ഹലോ മിസ്റ്റർ പരൻ സാറല്ലേ? അതെ, ആരാണ്? സാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം പറയാനാ. ഓ, ഒരു മിനിറ്റ് പാപ്പ പറഞ്ഞു. സാറേ, ഞാൻ ആരത്തറിയാം? ഇല്ല. സാർ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ചന്ദ്ര, നിന്റെ കൂട്ട് ഒരു കുണ്ണ കടന്ന് കറങ്ങുന്നുണ്ട്. ആ കുണ്ണയാണ് ഞാൻ. ലുക്ക് മാറ്റിട്ട് വന്നു. അത് ഞാൻ ഡിസ്കോഡിൽ പറഞ്ഞതാണ്, അറിയാതെ അകത്ത് വന്നു പോയതാ. സാർ എന്തെങ്കിലും ഈവന്റ് എന്തോ എന്തെങ്കിലും പറയാമോ? കേട്ടില്ല. ഞങ്ങൾ ഈവന്റ് വല്ല ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. ഓ, ഈവന്റ് ഞാൻ പറഞ്ഞ നടത്തുന്നുണ്ട്. യെസ് യെസ്. ഈ നീല തുണി ഇട്ടേക്കുന്ന ഞങ്ങളുടെ കോണാണ്. അതെ 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 സുഹൃത്ത്, ഞാനൊരു കാര്യം സ്പെഷ്യൽ ഫുഡൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞു. നമുക്കൊരു ഇവന്റ് നടത്തണം നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ടേ. നമുക്ക് ഫ്ലാറ്റ് ബെഡ് ടോട്ടറൊക്കെ ഇല്ലേ? ഫ്ലാറ്റ് ബെഡ് ടോട്ടറൊക്കെ, അതായത് വലുതല്ല, ചരിഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു 5 വണ്ടിയും അത് കൂടാതെ മറ്റേ സാൻഡസിന്റെ ബൈക്കില്ലേ, അതൊരു 10 എണ്ണം വേണം. അപ്പം സാർ എല്ലാം നോട്ട് ചെയ്തെടുത്തോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പാചക പരിപാടിയായിരുന്നു. വണ്ടി ഒരു ബൈക്ക് കിട്ടുമോ? 2 ബൈക്ക് കിട്ടുമോ? അതൊക്കെ ചോദിച്ചു വെളിയിൽ ചോദിച്ചിട്ട് പറയാം. ഓണറിനോട് ചോദിച്ചിട്ട് പറയാം സാർ. പക്ഷെ പൈസ തരത്തില്ല. പൈസ എനിക്ക് മാത്രം ഞങ്ങൾക്ക് പൈസ തന്നാ മതി. സാധനം നിങ്ങൾ കൊണ്ടുപോക്കോ. ലാൻഡ് ക്രൂസർ ആണോ ഇത്? 20 കോടി ചോദിക്കുന്നു ചന്ദ്രൻ കൊടുക്കണ. ഇത് ലാൻഡ് ക്രൂസർ ആണോ ഇത്? ഹലോ, ചന്ദ്രൻ 20 കോടി ചോദിക്കണേ. ഒരു പൈസ കൊടുക്കില്ല. എടാ, റേഡിലുള്ള എല്ലാവർക്കും ഫണ്ട് കളക്ഷൻ ഒന്നും ഇതുവരെ ഇല്ല. ആർക്കും വേറെ ഒരാളെ ഏൽപ്പിക്കരുത്, ഒരു പൈസ ഏൽപ്പിക്കരുത്. അണ്ണ ഇങ്ങോട്ട് വന്നേ, കാര്യം പറയട്ടെ. എന്തുവാ അണ്ണ ഈ പറയുന്നേ? എന്താ ചന്ദ്ര അണ്ണ ഫണ്ട് കളക്ഷൻ, അണ്ണ ഞാൻ കാര്യം പറയട്ടെ. അണ്ണ വാസുണ്ണ പിള്ളേർ അണ്ണാ മറ്റേ സാധനം നമ്മുടെ ഗ്യാങ്സിനകത്ത് കാന്താരി അല്പം ഞാൻ മറ്റേ എന്തിനു വെട്ടി കൊടുക്കട്ടെ? എല്ലാരും 20 കോടി വെച്ച് ചന്ദ്രനെ കൊടുക്കേ. ഒരു മിനിറ്റ് വേണ്ട, ഇരിക്കട്ടെ, എന്റെ പെട്രോൾ അടിക്കാൻ പോലും കാഴ്ചയില്ല. ഒരു മിനിറ്റ് എടാ, വരുന്നു. മാനസികമുള്ള ആൾക്കാരൊക്കെ സംസാരിച്ച് എന്റെ മാനസികത തെറ്റിക്കാൻ വയ്യ. നമ്പർ എന്ന് പറയാ. നമ്പർ ഒരു സെക്കൻഡ്. അടിച്ചോ. 30 12 34 88. അപ്പൊ ഇത് വിളിച്ചിട്ട് എന്തോ പറയണ്ടേ? അപ്പൊ പറഞ്ഞ പറയണം കേട്ടോ. എന്ത് പറയണം? ഇത് അപ്പൻ പറഞ്ഞില്ലായിരുന്നു ആ കാര്യത്തെ പറ്റി സംസാരിക്കാനാണ്. അപ്പൊ ഞാനാണ് ടിവിയുടെ ലീഡർ പരുന്ത് വാസു. കാശൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഈ സിറ്റിയില് നമ്മള് ഭയങ്കര റിച്ച് ഫാമിലിയാന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ തല്ലു വിട്ടേക്കോ അപ്പൻ കേട്ടോ. എവിടാ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാതെ ആ കൊച്ചു ഇവിടെ എവിടെ? ഹലോ, എന്റെ പേര് പരുന്ത് വാസുവാണേ. അപ്പാപ്പൻ പറഞ്ഞിട്ട് വിളിക്കുവാണേ. അപ്പാപ്പൻ പറഞ്ഞില്ലായിരുന്നോ കാര്യങ്ങളൊക്കെ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പൈസ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല, കാരണം അറിയാലോ നമ്മള് സിറ്റിയിൽ ആക്ച്വലി നമ്മളൊരു പ്രോമിനന്റ് ഗ്യാങ് ആണ്. നമുക്കതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. പറഞ്ഞോ കുട്ടി. പറഞ്ഞു. എന്ത് അപ്പം പറഞ്ഞില്ലായിരുന്നോ ഒന്നും? അപ്പൊ ഇന്നൊരു ജോബ് ഉണ്ട്, താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു. എന്ത് ജോബിനെ പറ്റിയാണ് പറഞ്ഞ അപ്പാപ്പൻ? സാറില്ല, മറ്റേ ടിവിയുടെ ലീഡറല്ലേ? ഓ അതെ, ഞാൻ തന്നെ. അതിന്റെ പി ആയിട്ട് ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതപ്പം പറഞ്ഞല്ലേ?
അപ്പാപ്പൻ അങ്ങനെ പറഞ്ഞ എന്നോട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ എന്താണ്? ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. എവിടെ വരെ? MA. ഓക്കെ, ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാവേ. ഓക്കെ. അപ്പാപ്പ, ഓ ഈ PA സെറ്റപ്പ് എനിക്ക് വേണ്ട അപ്പാപ്പ. ഇനി PA? ഏത് PA? അപ്പാപ്പൻ ആ പെണ്ണിനോട് PA ജോലി തരാന്ന് പറഞ്ഞല്ലേ നമ്പർ സെറ്റ് ആക്കിയത്. അപ്പാപ്പ പണ്ടൊരുത്തിയ PA ആയിട്ട് നിർത്തി അവൾക്ക് ഞാൻ സ്വത്തുക്കൾ വരെ എഴുതി കൊടുക്കണമെന്ന്. അവള് കൊച്ചിനെയും കൊണ്ടൊക്കെ വന്ന് ഏതോ ഒരുത്തന്റെ PA ഒക്കെ ഡാർക്ക് മെയറാണ് അപ്പാപ്പ. ഞാൻ പക്ഷേ ആ കൊച്ചിനോട് PA മാത്രമല്ല ഒരു ഡേറ്റിങ്ങിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാപ്പ അതിനൊരു താല്പര്യം ഇല്ല അപ്പാപ്പ എന്നോട് സംസാരിക്കുമ്പോ. സത്യം. എവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചു. റൊമാൻറ്റിക് ആയിട്ട് ഞാൻ പരസ്പരം എന്തല്ലാതെ. ഓ ഇവയ്ക്ക് എത്ര മത്തിക്കറി ഒഴിക്കണോ? വേണ്ട, ചാറ് കൂട്ടി തിന്ന്. ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ ആ കൊച്ചിനെ മുന്നിൽ പോയിട്ട്. അയ്യോ അങ്ങനല്ല നമ്മള് അല്ല ഞാൻ ആ കൊച്ചിനൊന്ന് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നോക്ക്. ഓ നേരിട്ടൊന്ന് മീറ്റ് ചെയ്താലോ ചോദിച്ചു നോക്ക്. ഇല്ല അപ്പം അത് വേണ്ട പാപ്പ. നമ്മുടെ വില പോവും അപ്പാപ്പ. എങ്കിൽ പിന്നെ ഒഴിവാക്കതാ. ഭിത്തിയിലുണ്ടോന്ന് അറിയത്തില്ല. ഇന്നലെ കിട്ടിയ നമ്പരാ. ഞാൻ തപ്പിക്കോട്ടെ. എന്നാ അടിച്ചോ. 66 53 41 76 വിളിച്ചോ. പേര് മീര ആഷ്ടൻ. ഇങ്ങനത്തെ നമ്പർ സിറ്റിയിൽ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ എനിക്ക് തന്ന നമ്പർ അതല്ലേ. ഞാൻ വിളിച്ചോട്ടെ. ഓ അതെന്താണെന്നറിയാവോ, കൊച്ചു സിറ്റിയിലില്ല. എനിക്ക് രാത്രിയിൽ മാത്രം സിറ്റി. വേണമെങ്കിൽ നമുക്ക് മറ്റേ കുട്ടിയായിട്ട് ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാം. എന്നാ അപ്പ വിളിച്ചു തരാം. വെയിറ്റ് ചെയ്യും. കൊച്ചിന്റെ പേരെന്തായിരുന്നു? മൃദുലേ? ഇപ്പൊ മനസ്സിൽ വിചാരിക്കുമായിരിക്കല്ലേ ഗ്യാങ് ഹൗസിലെ സോഫയിൽ ഇരിക്കുവാന്ന്. വട്ടം പട്ടി. പെണ്ണുതായി പോണോ ആൾക്കാർക്ക്? എന്തിനു മനുഷ്യന്മാരായിരിക്കും. അയ്യോ ഒന്നും വിചാരിക്കല കേട്ടോ. വാസവന് ഇച്ചിരി സീരിയസ് ടൈപ്പാണ്. പക്ഷെ ആള് പാവോ, മനസ്സുകൊണ്ട് ശുദ്ധരാ. ഓ എല്ലാരെയും ഭയങ്കര സ്നേഹമാ പുള്ളിക്ക്. ഇവനൊരു പ്രത്യേക സമയമാകുമ്പോ ഇവന് ഈ വട്ട് മൂക്കൂ ഇവന്. അതെ നമുക്ക് മൃദുലേനെ ഒന്ന് മീറ്റ് ചെയ്യാൻ കഴിയുമോ എവിടെയെങ്കിലും വെച്ചിട്ട്? മതി, വിളിച്ചാ മതി. ശരി. 5 മിനിറ്റ് വിളിക്കാതെ വെച്ചേ. ഇവനെ നോക്കിയാ എന്തോ കുഴപ്പമില്ലേ വാസുമോനെ? அவங்க அங்க பேசிட்டு இருக்காங்கல்ல. വാസുമോനെ തെറി വിളിക്കുമല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അപ്പാപ്പ ഇവനെയൊക്കെ പോയി സാമാനത്തില് ചോക്ക് അടിപ്പിക്കണം. അപ്പാപ്പ ഇവനെയൊക്കെ കൊണ്ടുപോയിട്ട് വീഡിയോ കോള് கிட்ட பேசிட்டு இருக்காங்க. வேற எதுவும் சொல்லல. நீ இல்லன்னு தான் சொல்லிட்டு இருக்காங்க. நேர்ல பார்க்கணுமா? இப்போ வா. இப்போ கேங் கூட இருக்குல்ல, அப்புறம் வரேன். சரி ஓகே. എന്തുവാ? അല്ല എന്തുവാ? ഒന്നും വെറുതെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് നമുക്കും എന്തായാലും നടക്കുന്നില്ലെങ്കിൽ പിന്നെ കണ്ട അതിശയിച്ചിങ്ങനെ. അതാ അതെങ്ങനെ കണ്ട് ഇതാക്കാതെ. നമ്പർ എന്താ? എനിക്ക് നമ്പറല്ല, എനിക്ക് നമ്പറല്ല. ഓട്ടന്മാർക്കൊക്കെ നമ്പർ കൊടുക്ക. 10 18 87 33 ഷെയർ ചെയ്താ പോരെ. ആ നമ്പർ സേവ് ചെയ്തിട്ട് എനിക്കൊരു ഹൈറ്റ് ഞാൻ ഇങ്ങോട്ട് എനിക്ക് ഷെയർ ചെയ്ത ആ നമ്പർ കിട്ടിയോ?
നമ്പർ നോക്കിട്ട് 3333 ഇല്ലേ? വാസുവിനെ കൊച്ചോടുന്ന വയ്യാതെ തെറ്റല്ലേ? വാസണ്ണ വെയിറ്റ് അണ്ണാ ഞാനേ ഒരു പയ്യനോട് പോയിക്കോണം ഒരു വണ്ടി ഇറക്കണം എന്റെ പറഞ്ഞു കുഴപ്പമില്ല, നീ എവിടെയുള്ള പൊക്കോ, എനിക്ക് കൺസേണിലുള്ള കാര്യമല്ലോ. വാസണ്ണ അതെ ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞു ഇല്ലെന്താ കണ്ടോ ആ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ എടുത്ത് നോക്ക്. നമ്മള് ഗരായിൽ നിന്ന് ഇറങ്ങണതിന് മുന്നേ എടുത്ത സെൽഫിയാ. ഇപ്പൊ വിശ്വാസമായോ? ഇനിയെങ്കിലും ഇത് എന്താ ഇതിൽ കൂടുതൽ തെളിവൊന്നും എന്റെ തരാനില്ല. ഇവന്മാരാണെങ്കിൽ വിശ്വസിക്കത്തുമില്ല. അതെ അപ്പാ 90s കാർ എടുക്കണം. എടുത്തോ ചന്ദ്ര? അല്ല എടുക്കണം പറഞ്ഞ വാസന വേണ്ടിട്ടാ. വാസുവിന് ഞാൻ തന്നെ ബ്രോക്കർ കൊടുത്തായിരുന്നു. ആ കാറുടെ റോങ് എടുത്ത് കൊടുത്തല്ലേ നിങ്ങൾ ആ ഗ്യാങ്ങിൽ ഇറങ്ങിയപ്പോ? കണ്ടോ അങ്ങനല്ല, ഇറങ്ങിയപ്പോ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങള് വേറെ പലയിടത്തൊക്കെ ചില്ലയിലൊക്കെ പോയില്ലേ? ആ അന്നേരമുള്ള ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്. അത് പക്ഷെ ഞാനില്ല, ഞാൻ അവളുടെ ഫോട്ടോ എടുത്തതേ. അണ്ണ കണ്ടില്ലേ ഫോട്ടോ ഒക്കെ? അവളുടെ ഫോട്ടോ ആണ് എടുത്തല്ലേ? ഞാൻ കൊറേ ഫോട്ടോ എടുത്തായിരുന്നു. സീരിയസായിട്ട് മോള് വിളിക്കുന്നു. ഏത് മോള്? എടാ സ്നൈപ്പേ ആ നമ്മുടെ പുതിയ പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും ഒന്ന് ഫണ്ട് എടുത്തിട്ട് വരാൻ പറയോ? കണ്ടോ 20 ഇനി പറ. ഇനി പറയാം. നിനക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ നിനക്ക് ചെറിയ രീതിയിലുള്ള പ്രാന്തൊന്നും അല്ല. നിന്റെ സാമാനത്തിൽ ഷോക്ക് അടിപ്പിച്ചാലും നിനക്ക് ഒന്നും ഏക്കാൻ പോണില്ല. നിനക്ക് എന്തോ മുഴുവൻ വട്ടാണ്, മനസ്സിലായ? പ്രേമവും കാമവും എല്ലാം കൂടെ കൂടി നീ ഒരു കുണ്ണയായി മാറി, മനസ്സിലായ? മനുഷ്യനിൽ നിന്ന് കുണ്ണയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. കുഞ്ഞു കൊച്ച് തീർച്ചയായിട്ടും മോളായത് മെയിനോട്ട്. എന്റെ മോളൊന്നുമില്ല. നീ അണ്ണ അവയെ ഉണ്ടാക്കി ഒരെണ്ണത്തിനെ. വിട്ടുപൂ ചെയ്യണ ഇവരുടെ വന്താരം വല്ല വിളിച്ച് പറയല്ലേ? ഒന്നും പറയാനില്ല. ഒരു മിനിറ്റ് ചന്ദ്രൻ, എനിക്ക് കോള്. സത്യമായിട്ട് എന്റെ മോളല്ല. വല്ല വകുപ്പുണ്ടടേ കൊറേ എന്തിര്? അവളെ മെസ്സേജ് അയക്കുന്നത്. ഒരു മിനിറ്റ്, എഴുതാ വരുന്നു. മൈനസ് ആണ് വെറുതെ സെറ്റ് ചെയ്ത്. ഇത് മൈനസ് ബാലൻസ് ആണോ? ഹലോ, വെറുതെ സെറ്റ് ചെയ്താലും ഒരെണ്ണത്തിനെ സെറ്റ് ആക്കിയില്ലേ ഓൾറെഡി? ഇനി വീണ്ടും മുതലേയും കൂടെ സെറ്റ് ആക്കണോ നിനക്ക്? നീ അയ്യോ എനിക്കല്ല, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നിന്റെ കൂടെ വന്നിരുന്ന പ്രാന്തന്റെ കൂടെ നടക്കുന്നതിനെന്നുള്ള വിളിയും കൂടെ കേൾക്കാൻ ഞാൻ. അല്ലെങ്കിൽ എന്റെ സ്നേഹം ആർക്കും മനസ്സിലാവില്ല, അവക്ക് പോലും മനസ്സിലാവത്തില്ല. അണ്ണനും നിന്റെ സ്നേഹം മനസ്സിലാവത്തില്ലല്ലോ, നിന്റെ കാമം മനസ്സിലായ ഒരാൾ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു, മറ്റേ നിമ്മുക്കുട്ടി. അത് കഴിഞ്ഞിട്ട് അവളുടെ കുറെ കാര്യങ്ങൾ ഞാനാണ് നോക്കിയത്, മനസ്സിലായേ? നാടെ നീളെ ഓർഡർ കിടന്ന് ഇനി ഉണ്ടാക്കിയിട്ടിട്ട് പോണേ. 10 മാസത്തേക്ക് പിന്നെ വരരുത്. ഞാൻ ഇനി അതിന്റെയൊക്കെ തീട്ടും കോരി അപ്പിയും കോരി ഞാൻ അതിനെ പഠിപ്പിച്ച് വലുതാക്കുന്നവരെ ഞാൻ ഇനി ചന്തയെ പോലെ നടക്കാം അതിന്റെയൊക്കെ പുറകെ. കാര്യങ്ങളൊക്കെ പഴയ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ. ഇതിപ്പോ നമുക്ക് ഉള്ളത് ഇപ്പൊ പ്രസന്റ് നോക്കിയാ പോരെ? അല്ല, അന്നത്തെ പ്രസന്റ് ആയിരുന്നല്ലോ ഇപ്പോഴത്തെ പാസ്റ്റ്. അതെ. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് നാളെ പാസ്റ്റ് ആവില്ലെന്ന് ആര് കണ്ട്? പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റിൽ നമ്മൾ പ്രസന്റ് പോലെ ജീവിക്കണമല്ലോ. എടാ, ഇപ്പോഴത്തെ പ്രസന്റ് അന്ന് നിനക്ക് ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയാം. ഇപ്പൊ നിനക്ക് വട്ടും കൂടാണ്. നീ എന്ത് കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം? ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ആകെ ഉള്ളൊരു പ്രശ്നം എന്റെ കൂടെ ഒരാളുണ്ടെന്നുണ്ടാണ്. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയും മലയാളി ആ പെണ്ണും മലയാളി എന്തോ മുമ്പാലാണ് തമിഴ് സംസാരിക്കുന്നേ. മനുഷ്യനതൊക്കെ കാണുമ്പോ ഒരു ദേഷ്യം വരൂലേ? സിംഗിളായിട്ട് ജീവിക്കാൻ വെച്ചു അവന്റെയൊക്കെ കോപ്പറായ കാലം സിദ്ദീഖർ തമിഴ് പിടിക്കില്ലേ? തമിഴിന് അണ്ണാ അവനെ ഉപദേശിച്ച് നന്നാക്കിയ ഉപദേശിച്ചാൽ നന്നാവുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം.